ഭർത്താവിന്റെ ദീർഘായുസിനു വേണ്ടി വ്രതമെടുത്തു, ശേഷം വിഷം കൊടുത്തു കൊന്ന് ഭാര്യ നരകത്തിലെ ദീർഘായുസിനെ കുറിച്ചാണ് പ്രാർത്ഥിച്ചത് എന്ന് തോന്നുന്നു. താൻ വ്രതമെടുത്തത് ബലിക്കുമോ എന്ന് ടെസ്റ്റ് ചെയ്തതാണെന്ന് നാട്ടുകാർ സംശയിക്കുന്നു. ഭാര്യയ്ക്ക് ബിക്കിനി ധരിക്കാൻ സ്വകാര്യത വേണം. 400 കോടിക്ക് ദ്വീപ് വാങ്ങി നൽകി ബിസിനസ്സുകാരൻ. എന്നാൽ ഡ്രോൺ വാങ്ങിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മലയാളി. എന്തിനാണ് ഇത്ര സ്വകാര്യത എന്ന് കുളിമുറിക്ക് വാതിൽ പോലും വെക്കാത്ത സുഗുണൻ. ബിക്കിനി ഇടാൻ തെക്കിനിയിൽ കുറച്ച് സ്ഥലം വേണമെന്ന് യുവതികൾ പറയാൻ തുടങ്ങി. എന്നാൽ മറ്റു ചിലർ ഇത് സ്നേഹത്തിന്റെ പര്യായമാണെന്നും പറയുന്നു. 5 വയസ്സുകാരി മകളുടെ സ്കൂളിൽ പോവാനുള്ള മടി മാറ്റാൻ ബെൻസ് കാർ സമ്മാനമായി നൽകി മലേഷ്യൻ രക്ഷിതാക്കൾ. വാർത്ത കണ്ട് മനം നൊന്ത് ഡാഡിയുടെ പഴയ സ്കൂട്ടർ പോലും തരുന്നില്ല എന്ന് പറഞ്ഞ് സ്റ്റീഫൻ കരയുന്നു. കാമുകിയെ സന്തോഷിപ്പിക്കാനായി സിംഹക്കൂട്ടിൽ കയറി യുവാവിന് ദാരുണാന്ത്യം. കാമുകിക്ക് ഏതായാലും സന്തോഷമായി കാണുമെന്ന് ഉറപ്പിക്കാം. മോഷണം നടത്തി തിരിച്ചു പോയപ്പോൾ ബൈക്ക് എടുക്കാൻ മറന്നു. ബൈക്ക് മോഷണം പോയെന്ന് പരാതി നൽകാൻ എത്തിയപ്പോൾ പോലീസ് പൊക്കി. സംഭവം മലപ്പുറത്ത്. വണ്ടി ചോറ് പോയിട്ട് വണ്ടിയിൽ ചോറ് പോലും ഇല്ലാത്ത അവസ്ഥയായിരിക്കുകയാണ് ഈ കള്ളന്. എന്നാൽ വേറെ ചിലർ പറയുന്നു ബൈക്ക് മോഷണം പോയത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ആയി കൊടുത്ത കള്ളൻ ഒരു മാതൃകയാണ് കാണിച്ചതെന്ന്. പുതിയ ഫോൺ വാങ്ങിയതിന് പാർട്ടി നൽകിയില്ല. 16കാരനെ സുഹൃത്തുക്കൾ കുത്തിക്കൊന്നു. ഇന്നലെ പുതിയ ഫോൺ എടുത്തായിരുന്നു. സീനാവൂ. കൂട്ടുകാർ ഇന്നലെ വന്നായിരുന്നു. ഫോൺ എടുത്ത കാര്യം അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പുതിയ ഫോൺ പോലും വാങ്ങാൻ ഭയക്കുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുകയാണ്. കുളി ഒഴിവാക്കിയാൽ ആയുസ് 34% വർദ്ധിക്കും. ഇത് കേട്ട് 34 ദിവസം കുളിക്കാതെ ചങ്കത്തി ഹാപ്പിയായെന്ന് കേൾക്കുന്നു. ഏതായാലും ജാസ്മിൻ ജാഫറിനൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ആണ് ലഭിച്ചിരിക്കുന്നത്. കുളിക്കാത്ത ഭാര്യയെ മരത്തടിക്ക് അടിച്ചു കൊന്നു. ഭർത്താവ് അറസ്റ്റിൽ. സയന്റിഫിക്കലി ആയുസ് കൂടുതലായിരിക്കാം, പക്ഷേ മറ്റു ചില കാരണങ്ങൾ കൂടി ആയുസിനെ ബാധിക്കാറുണ്ട് എന്നും കൂടി മനസ്സിൽ വെക്കുക. കല്യാണം മുടങ്ങി വീട്ടിലെ വേലക്കാരിയെ കല്യാണം കഴിച്ച് യുവാവ്. വേലക്കാരിയായിരുന്നാലും നീയൻ മോഹവല്ലി എന്നാണ് തമിഴ് പാട്ടുകാർ പറയുന്നത് അല്ലേ? ഏതായാലും നവദമ്പതികൾക്ക് ആശംസകൾ. ഇൻസ്റ്റാ റീലിന് റീച്ച് കൂടിയതിൽ പ്രകോപനം. ജൂനിയറിന്റെ പല്ല് അടിച്ചു കൊഴിച്ച് സീനിയർ വിദ്യാർത്ഥികൾ. സംഭവം കോഴിക്കോട് കുറ്റ്യാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ. കേരള റീൽസോളികളുടെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് രാഘവൻ നമ്മുടെ കൂടെയുണ്ട്. ഹലോ മിസ്റ്റർ രാഘവൻ, ഈ ഇൻസ്റ്റാഗ്രാമിൽ ലൈക്ക് വരുന്നത് പോകുന്നത് ഒക്കെ ഇത്ര വലിയ കാര്യമാണോ? പിന്നില്ലാണ്ട് അക്ഷയ്, ജീവിക്കാൻ ഭക്ഷണം, വായു, വെള്ളം പോലെ തന്നെ അത്യാവശ്യമാണ് ലൈക്കും. ഒരു ദിവസം 300 ലൈക്ക് കിട്ടാൻ എന്തൊരു കഷ്ടപ്പെടണം അറിയോ? താങ്കളുടെ ഇന്നലെ പോസ്റ്റിൽ കിട്ടിയ 300 ലൈക്ക് മൊത്തം ബോട്ടാണെന്ന് ഇവിടെ പലരും ആരോപിക്കുന്നുണ്ട്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ആരാ ചോദിച്ചാ? ആ കുട്ടിക്കൊരങ്ങനെ പോലെ ചിരിക്കുന്നത് നൈറ്റ് റൈഡർ 32 എന്ന് പറഞ്ഞ ഐഡിയിലുള്ളവനല്ലേ? അവന്റെ തന്തയാ. ഓക്കെ. പെണ്ണ് ഫോട്ടോയിൽ കണ്ട പോലെയല്ല. കല്യാണ വീട്ടിൽ കൂട്ടത്തല്ല്. ചെക്കന്റെ സഹോദരന്റെ മീശ വടിച്ചു വിട്ട് പെൺവീട്ടുകാർ. ഒരു പെണ്ണിനെ കാണുക പോലും ചെയ്യാതെ എങ്ങനെയാണ് ഇദ്ദേഹം കല്യാണം കഴിച്ചത്? ഇതിന് ഏറ്റവും കൂടുതൽ എന്നെ സർപ്രൈസ് ചെയ്യിക്കുന്ന കാര്യം ചെക്കന്റെ സഹോദരന്റെ മീശയാണ് ഇവർ വടിച്ചിരിക്കുന്നത്. ഏതായാലും സ്നാപ്ചാറ്റ് ഫിൽറ്റർ സുന്ദരിമാർക്ക് ഇതൊരു നിരാശ നൽകുന്ന വാർത്തയാണ്. അല്ലെങ്കിലും നടുക്കഷ്ണങ്ങളാണ് നല്ലത്. 3 മക്കളിൽ മിടുക്ക് നടുവിൽ ജനിച്ച കുട്ടിക്കായിരിക്കുമെന്ന് പഠനം. അതുകൊണ്ട് കേരളത്തിലെ വീടുകളിൽ 2ാമത്തെ കുട്ടി 3ാമതൊരു അനിയനെയും കൂടി വേണമെന്ന് പറഞ്ഞ് കരയുന്നു. ഏതായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഗഫൂർ മലപ്പുറം നമ്മളെ കൂടെ ഉണ്ട്. ഗഫൂർ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത് ഏത് ശാസ്ത്രജ്ഞനാണ് ഇങ്ങനെ ഒരു പഠനം നടത്തിയത്? എന്റെ ഇക്കാക്കും ജോലിയുണ്ട്, അനിയനും ജോലിയുണ്ട്, എനിക്ക് മാത്രമാണ് ജോലി ഇല്ലാത്തത്. ഗഫൂർ, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളാണ് ബുദ്ധിമാൻ എന്നാണ് ശാസ്ത്രം ഏതായാലും തെളിയിച്ചിരിക്കുന്നത്. ബീഫ് ഫ്രൈ വാങ്ങി വീട്ടിലേക്ക് പോയ യുവാവിനെ ഗുണ്ടാ സംഘം തടഞ്ഞു നിർത്തി ഫ്രൈ തട്ടിയെടുത്തു. ഏതായാലും ബീഫ് ഫ്രൈ കുട്ടി പൊറോട്ട അടിക്കാൻ കാത്തിരുന്ന യുവാവിന്റെ ഫാമിലി ഒരുപാട് ദുഃഖത്തിലാണ്. അന്യഗ്രഹ ജീവികൾ വേഷം മാറി നമുക്കിടയിലുണ്ട്, തിരിച്ചറിയാനാവാത്തതാണെന്ന് ഗവേഷകർ പറയുന്നു. തീർച്ചയായിട്ടും ചങ്കിനെ സംശയമുണ്ട് എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. 2ാം വട്ടം പപ്പടം കൊടുത്തില്ല. കോട്ടയത്ത് കല്യാണ സദ്യക്കിടെ കൂട്ടത്തല്ല്. ഏതായാലും സംഭവം കൊല്ലത്തല്ല എന്ന് പറഞ്ഞ് കൊല്ലംകാർ. ക്ലാസ് മുറിയിൽ വെച്ച് വിദ്യാർത്ഥിയെ വിവാഹം കഴിച്ച് അധ്യാപിക. കൂടുതൽ വാർത്തയിലേക്ക് ഫസ്റ്റ് നൈറ്റ് സ്റ്റാഫ് റൂമിലായിരിക്കുമെന്ന് ചിലർ പറയുന്നു. മാർജിൻ വരയ്ക്കാത്തതിന്റെ പേരിൽ 6 അടി അടിച്ച എന്റെ കെമിസ്ട്രി ടീച്ചറിനെ ഞാൻ ഓർക്കുന്നു. കോൾ എടുത്തില്ല, യുവാവിനെ കെട്ടിയിട്ട് തല്ലി സുഹൃത്ത്. തീർച്ചയായും ഈ ന്യൂസിന് ശേഷം
ചങ്കുകൾ എല്ലാ കോളും എടുക്കുന്നതായിരിക്കും. ഭർത്താവിന്റെ വേർപാടിന് 11 വർഷത്തിന് ശേഷം ഗർഭിണിയായി ഭാര്യ. ഭർത്താവ് സ്വപ്നത്തിൽ വരാറുണ്ട് എന്നാണ് ഭാര്യ പറയുന്നത്. സ്വപ്ന എന്നാൽ വീട്ടുപേരായിരിക്കുമെന്ന് ചിലർ സംശയിക്കുന്നു. ആകാശത്ത് കാറ്റായും മഴയായും എൻ്റെ ഏട്ടായി വരും. വല്ലാത്തൊരു സ്വപ്നം തന്നെ, ഒരു ലൂസിഡ് ഡ്രീം പോലെ തോന്നുന്നു. നൈസായിട്ട് അങ്ങ് ഊംഫിച്ചില്ലേ എന്ന് സ്വർഗത്തിൽ നിന്ന് ഭർത്താവ്. സ്വന്തമായി വ്യാജ കോടതി പണിഞ്ഞ് 5 വർഷം കേസ് നടത്തി. പലതരത്തിലുള്ള വ്യാജന്മാരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ സ്വന്തമായി കോടതി സ്ഥാപിച്ച് ജഡ്ജിയായിരുന്നു കൊണ്ട് തർക്ക കേസുകളിൽ 5 വർഷം വിധി പറഞ്ഞ വ്യാജ ജഡ്ജിയാണിത്. ഗുജറാത്ത് ഗാന്ധിനഗറിലാണ് സംഭവം. കൂട്ടുകാരെ സ്റ്റാഫുകളായും വക്കീലന്മാരായും നിർത്തിയിരുന്നു. കേസുകൾ തീർപ്പാക്കുന്നതിനും വിധി അനുകൂലമാക്കുന്നതിനും വേണ്ടി ഇടപാടുകാരിൽ നിന്നും പ്രതിയും സംഘവും വൻ ഫീസും വാങ്ങിയിരുന്നു. സ്വന്തമായി ഒരു കോടതി, അവിടെ തന്നെ 5 വർഷത്തോളം പലരും കേസ് നടത്തുകയും വിജയിക്കുകയും ചെയ്യുന്നു. ഞാനെന്താ കള്ളിപുള്ളയോ എന്ന്. റിയൽ കോടതി. മദ്യപാനികളെ കോള നൽകി പറ്റിച്ചയാൾ കൊല്ലത്ത് പിടിയിൽ. വല്ലാത്ത ചതിയാണ് ചെയ്തതെന്ന് സേതു ജവാൻ. ജവാൻ ആർമിയല്ല, അദ്ദേഹത്തിന്റെ ഫേവറിറ്റ് ബ്രാൻഡാണ്. വാർത്തകൾ അവസാനിക്കുന്നില്ല. പുതിയ ന്യൂസുകളുമായി അടുത്ത ദിവസം വരാം. ക്യാമറമാൻ ട്രൈപോഡിനൊപ്പം അക്ഷയ്.